നമസ്കാരം. മുമ്പൊക്കെ ഏത് സർവേയേക്കാളും ഇടതനുഭാവികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന CPMന്റെ ബൂത്ത് തല കണക്കുകളിലാണ്. ഉറപ്പായുള്ള വോട്ടുകൾ, എതിരാളിയുടെ വോട്ടുകൾ, സംശയമുള്ള വോട്ടുകൾ എന്നിങ്ങനെ 3 തട്ടിലായി തിരിച്ചുകൊണ്ട് CPM നടത്തുന്ന അവലോകനം പലപ്പോഴും ശരിയാകാറുണ്ട്. കഴിഞ്ഞ തവണ പാർട്ടി ബൂത്ത് തല കണക്കിൽ 100 സീറ്റിനടുത്ത് പ്രവചിച്ചിരുന്നുവെന്നും എന്നാൽ അത്രയും വേണ്ട എന്ന് കരുതി താൻ അത് 80 സീറ്റാക്കി മാധ്യമങ്ങളോട് പറയുകയായിരുന്നുവെന്നുമാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞത്. ഇത്തവണയും പോളിംഗ് ശതമാനം ഉയർന്നതിന്റെ പേരിൽ UDF തരംഗമുണ്ടാവുമെന്നും 100 സീറ്റ് കിട്ടുമെന്നുമൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കവെയാണ് CPMന്റെ ബൂത്ത് തല കണക്കുകൾ വന്നത്. ഇതോടെ 75 സീറ്റിലധികം നേടി ഭരണം നിലനിർത്താൻ കഴിയുമെന്നാണ് CPM പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ശ്രദ്ധ നേടിയ മണ്ഡലമായ അമ്പലപ്പുഴയിൽ മുൻ മന്ത്രി G സുധാകരനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് CPM വിലയിരുത്തൽ. അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയത് 2 കണക്കുകളാണ്. CPM സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ H സലാം 3800-ൽ പരം വോട്ടുകൾക്ക് ജയിക്കുകയോ 1800 വോട്ടുകൾക്ക് പിന്നിൽ പോവുകയോ ചെയ്യുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്ന G സുധാകരൻ CPMൽ നിന്ന് രാജിവെച്ച് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മണ്ഡലമാണ് അമ്പലപ്പുഴ. ഇവിടെ BJP വോട്ടുകൾ കണക്കാക്കാൻ കഴിയാത്തതിനാലാണ് 2 കണക്കുകൾ കൈമാറിയിരിക്കുന്നത്. BJP വോട്ടിൽ ഒരു ഭാഗം G സുധാകരന് പോയി എന്നാണ് വിലയിരുത്തൽ. പക്ഷേ യഥാർത്ഥ കാരണം അതല്ല. മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടും H സലാമിനാണ് വീണത്. അമ്പലപ്പുഴ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 6 വാർഡുകളിൽ SDPI ജയിച്ചിട്ടുണ്ട്. മൊത്തം 6000-നും 10,000-നും ഇടയിലുള്ള ഈ വോട്ട് കൂടി ചേർക്കുമ്പോൾ സുധാകരന്റെ തോൽവി ഉറപ്പാണെന്നാണ് CPM രഹസ്യമായി പറയുന്നത്. പക്ഷേ പരസ്യമായി പറയുമ്പോൾ അവർ SDPI വോട്ടുകൾ കൂട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കുമെന്ന് നേരത്തെ വാർത്ത വന്നിരുന്നു. സ്ഥാനാർത്ഥി H സലാം ഇത് നിഷേധിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു. 5000-ൽ കൂടുതൽ BJP വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ LDF 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. BJP 20,000-ന് മുകളിൽ വോട്ട് നേടിയാൽ LDF ഭൂരിപക്ഷം 10,000 കടങ്ങും. മാധ്യമങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, അമ്പലപ്പുഴ ഇടതോരം ചേരും. ഇങ്ങനെയാണ് H സലാം പറയുന്നത്. 2006, 2011, 2016 തെരഞ്ഞെടുപ്പുകളിൽ G സുധാകരൻ ജയിച്ച മണ്ഡലമാണ് അമ്പലപ്പുഴ. പിന്നീട് 2021-ൽ 11,125 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു H സലാം MLA ആയത്. ഇത്തവണ വിജയിച്ചാലും ആ ഭൂരിപക്ഷത്തിന്റെ അടുത്തെത്തില്ലെന്നാണ് CPM കണക്കൂട്ടുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള കണക്കൂട്ടലുകൾ ജില്ലാ കമ്മിറ്റിക്ക് മണ്ഡലം കമ്മിറ്റികൾ കൈമാറിയിട്ടുണ്ട്. ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ 7-ലും ജയിക്കുമെന്നാണ് CPMന്റെ വിലയിരുത്തൽ. കുട്ടനാടും ഹരിപ്പാടും തോൽക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അരൂർ, അമ്പലപ്പുഴ, ആലപ്പുഴ, കായംകുളം മണ്ഡലങ്ങളിൽ ചെറിയ ഭൂരിപക്ഷം മാത്രമായിരിക്കും ലഭിക്കുക. എന്നാൽ ചെങ്ങന്നൂർ, മാവേലിക്കര, ചേർത്തല എന്നിവിടങ്ങളിൽ നല്ല വോട്ടിന് ജയിക്കുമെന്നും CPM വിലയിരുത്തുന്നു. 2021-ലെ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും LDF ആയിരുന്നു ജയിച്ചത്. അതുപോലെ കടുത്ത പോരാട്ടത്തിലൂടെ UDFന്റെ 2 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും CPMന്റെ ബൂത്ത് തല കണക്കുകൾ പറയുന്നു. പേരാവൂരിൽ KK ശൈലജ അട്ടിമറി വിജയം നേടുമെന്ന പ്രതീക്ഷയാണ് CPMന്. KK ശൈലജ 3000 വോട്ടിന് വിജയിക്കുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ വിലയിരുത്തൽ. 5000 വോട്ടുകളെങ്കിലും വ്യക്തിപരമായി സമാഹരിക്കാൻ കഴിഞ്ഞാൽ KK ശൈലജയുടെ വിജയം സുനിശ്ചിതമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പക്ഷേ ഉറച്ച പാർട്ടി വോട്ടുകൾ മാത്രം കണക്കാക്കുമ്പോൾ സണ്ണി ജോസഫ് മുന്നിലാണെന്നും മണ്ഡലം കമ്മിറ്റി ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 3172 വോട്ടിനായിരുന്നു 2021-ൽ സണ്ണി ജോസഫ് ഇവിടെ നിന്ന് വിജയിച്ചത്. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ കോഴിക്കോട് സൗത്ത്, നാദാപുരം മണ്ഡലങ്ങൾ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നാണ് CPM വിലയിരുത്തൽ. എന്നാൽ UDF സിറ്റിംഗ് സീറ്റായ വടകര പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് CPM പ്രതീക്ഷ. കഴിഞ്ഞ തവണ 7491 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF പിന്തുണയുള്ള RMP സ്ഥാനാർത്ഥിയായ KK രമ വടകരയിൽ നിന്ന് വിജയിച്ചത്. അന്ന് UDF പിന്തുണയോടെയാണ് അവർ മത്സരിച്ചത്. ഇത്തവണ RJDയിലെ MK ഭാസ്കരനെയാണ് LDF ഇറക്കിയത്. ജനകീയൻ എന്ന പ്രതിച്ഛായയുള്ള ഭാസ്കരൻ സ്വരൂപിക്കുന്ന വ്യക്തിപരമായ വോട്ടുകൾ വിജയം ഉറപ്പിക്കുമെന്നാണ് CPM കണക്ക്. അതുപോലെ കടുത്ത മത്സരം നടന്ന കോഴിക്കോട് തിരുവമ്പാടിയിലും ജയിക്കുമെന്നാണ് CPM കണക്ക്. അതുപോലെ പത്തനംതിട്ടയിലെ ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ജയിക്കുമെന്നും CPM വിലയിരുത്തുന്നു. എന്നാൽ കൊട്ടാരക്കരയിൽ ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ നില ഭദ്രമല്ലെന്നും പാർട്ടി കണക്കുകൾ വ്യക്തമാക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ 75 സീറ്റ് നേടി ഭരണം നിലനിർത്താനാവുമെന്നാണ് CPM കണക്ക്. പക്ഷേ 2001-ലും 2011-ലുമൊക്കെ പാർട്ടി കണക്കുകൾ അടപടലം ചീറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴും വ്യക്തതയില്ല.